എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛനും അമ്മയും തൊടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കുറേ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ പറിക്കാൻ. അപ്പം അതൊന്നും ഇപ്പോൾ പറിക്കുന്നില്ല, നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ പറിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും പരിപാടി എന്താണെന്ന് ചോദിച്ചു നോക്കാം പോയിട്ട്. റംബൂട്ടാൻ ഇല്ല, ആയിട്ടില്ല. അതിൽ നിന്ന് 2-3 കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു 100-120 എണ്ണം കിട്ടുമായിരിക്കും അല്ലേ? നോക്കാം. എന്താ ഇവിടെ പരിപാടി? മേലേക്ക് വന്നു അല്ലേ? ഇതല്ലേ, ഇതാണ് ഗൈസ് നമ്മുടെ റോബസ്റ്റയുടെ കൊലയാണ് വരുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ അതിനെ ഒന്ന് എന്താ പറയുക, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെട്ടാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഹോൾഡ് ചെയ്യാം. അത് വാഴയിലേക്ക് ഇറങ്ങും വച്ചാ ഇല്ല. അവിടേക്ക് ഇരുന്നോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. ഞാൻ പുഷ് ചെയ്ത് പിടിക്കാം. അമ്മ വിട്ടോളൂ. ഇല്ല കുഴപ്പമില്ല, കറക്റ്റാ. ഇനിയും പുഷ് ചെയ്യണോ? താഴത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ട്. റെഡിയായില്ലേ? എന്നാലും കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ വിടാം, ഒരു സേഫ്റ്റി. ഓക്കെ, അപ്പം നമ്മൾ റോബസ്റ്റ വാഴക്കൊലയ്ക്കുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വലുതായി കഴിഞ്ഞാലേ നമ്മൾ അത്രയും കെയർ കൊടുത്ത് വളർത്തുന്നതല്ലേ. അത് മാത്രമല്ല, എന്താ പറയുക, ഉള്ള വളങ്ങൾ മുഴുവൻ കൊടുത്തിട്ടേ ആള് ഭയങ്കരമായിട്ട് അവരെ ഇല കണ്ടില്ലേ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ല വലിപ്പമുള്ള കൊലയായിരിക്കും. അപ്പം ആയിരിക്കും, ഞാൻ പറഞ്ഞതാ. പിന്നെ ഇവിടെ ഇതെന്തായിരുന്നു? ഇത് ഞാലിപ്പൂവൻ. കൊള്ളാം. അപ്പം അതവിടെ അവർ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിരങ്ങ പറിക്കാനുണ്ട്. ചിരങ്ങ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, മിന്നാത്ത ഷോർട്സിലുണ്ടായിരുന്നു. അപ്പം ചിരങ്ങയാണ് കേട്ടോ അവിടെ. ഞാൻ ഇനിയിപ്പോൾ ചിരങ്ങനെ കാണിച്ചു തരാം. ഒന്ന് വേഗം വലുതാവും നിങ്ങൾ. കണ്ടോ, ഇവനെയാണ് പറിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. നോക്കട്ടെ, കത്തിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നേന്ന് പറയുമ്പം വെറൈറ്റി ആയിട്ട് ഇപ്പം എന്താ കാണിച്ചു തരാനുള്ളത്, ഞാനൊന്ന് നോക്കട്ടെ. ചീരയൊക്കെ മൂത്തുപോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കുറേ ചീര കണ്ട് ഇവിടെയൊക്കെ വിത്ത് വീണ് കിടക്കുന്നുണ്ട്. പേരയ്ക്കൊക്കെ വലുതാവുന്നേ ഉള്ളൂ. കുറേ എണ്ണം ഞങ്ങൾ പറിച്ചത് കണ്ടോ. നമ്മുടെ അവക്കാഡോൻ്റെ ടോപ്പ് എല്ലാം പുതിയ തെഴു വന്നു. ഇതൊക്കെ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ വലുതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ ആള്. അങ്ങനെ പിന്നെയെന്ന് പറയുമ്പം ഇതെന്തായിരുന്നു എന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ട്. അവർ വരുമ്പോൾ ചോദിച്ചു നോക്കാം. ഇതിൽ കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഞാവലാണ് കണ്ടോ. അപ്പോൾ ആ പൂവൊന്നും കായായില്ല. അടുത്ത തെഴു വന്നിട്ടുണ്ട്. കണ്ടോ താഴത്തെന്താ? അല്ല, ഇതെന്താ ഇതിൻ്റെ താഴത്ത്? അത് തന്നെയാ വൈറ്റ് ഞാവൽ തന്നെയാ? അല്ല അത് ഓക്കെ. ചേനയോ? എവിടെ? ഇതോ? ഇത് അല്ലേ? ഓ, ഒരു ചേന വരുന്നുണ്ട്. യെസ്. ഇതെന്തായിരുന്നു വെച്ചാൽ ഓർമ്മ ഉണ്ടോ? റംബൂട്ടാൻ. ഓക്കെ ഗൈസ്, റംബൂട്ടാനാണേ. ഓറഞ്ച് അവിടെ വലുതാവുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പയറിതാ. പീനട്ട് ബട്ടറിൽ അത് അവനാണ് വളർന്നത്. ഇവിടെ പയറായിട്ട് വന്നിട്ടുള്ളത്. ഞാനും വിചാരിച്ചു ഇതിലെവിടെ നിന്നാ പയറെന്ന്. പയറിഷ്ടം പോലെ ഉണ്ട് അവിടെ, പറിച്ചു വെച്ചതുണ്ട്. ചിരങ്ങ പറിക്കാൻ ഞാൻ പറഞ്ഞു അവരോട്. അപ്പോൾ ഓക്കെ, നമുക്ക് ചിരങ്ങ പറിക്കുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ അടി കൂടെയൊക്കെ വരണം. വേണ്ട, ഇത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ അല്ല, അച്ഛന് ഇത് കൈ എത്തുവോ?
ഇല്ലല്ലേ? ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ മമ്മി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ പറിക്കുന്നത്. വാടാ അങ്ങോട്ട്, അടാ വാടാ. കുറച്ച് ഗൈസ് പിടിക്കാൻ തണ്ടില്ല, അത് അവിടേക്ക് എത്തുന്നില്ല അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഹാൻഡിൽ ചെയ്യാം. കണ്ടോ? ആ ഉണ്ട്, ആയിട്ട് കുഴപ്പമില്ല. കൂടുതൽ മൂത്താലേ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അമ്മക്ക് ഇതാ എൻ്റെ തലേൻ്റെ തൊട്ട് മുമ്പ് തന്നെ വേറെ ഒരുത്തന്നെ ഇരിപ്പുണ്ട്. തലേനെ കൊണ്ട് മുട്ടാൻ പറ്റുമോ? ആ മുട്ടാലോ. ആ ഉള്ളിലൊന്നുണ്ട്. പിന്നെ ഇവിടെ ആ അവിടെയൊക്കെ വലുതാവുന്നുണ്ട്. ഒരുപാടുണ്ട്. അങ്ങനെയുണ്ട് ഗൈസ്. അപ്പം മമ്മി കാണിക്കും നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ചിരങ്ങ പറിച്ചു. ലോങ്കം തക്കാളി ഇഷ്ടംപോലെ പറിച്ചു വെച്ചതുണ്ട്. എന്ത് തക്കാളിയോ? ആ കൊണ്ടുപോയിക്കോട്ടെ, പാവം, അത് അതിനും വേണ്ടേ. ഓക്കെ, അങ്ങനെയാണ് ഗൈസ് അപ്പം ഇന്നത്തെ വിശേഷം. അപ്പോൾ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കൂ. ഓക്കെ, ബൈ 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 ബൈ.